ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PMCയുടെ കാര്യത്തിൽ ഈ ഈ മന്ത്രിമാരടക്കമുള്ളവർ ശ്രീ മോൻസിനെ പോലെ എന്നെ അഡ്രസ് ചെയ്താൽ മതി, പ്രശ്നം തീരും. ഞാൻ അങ്ങേ അഭിമുഖീകരിച്ച് തന്നെയാണ് പറയുന്നത്. പറഞ്ഞിട്ടേ ഇരിക്കത്തുള്ളൂ. ആര് ബഹളം വെക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പറഞ്ഞിട്ടേ മാറുള്ളൂ. ഇവിടെ നേരത്തെ ക്ലാസ് കൊടുത്തപ്പോൾ ഈ പുതിയ അംഗങ്ങൾക്ക് ഈ സഭയിലെ പെരുമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാസ് കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. അവർ ചെയ്യുന്ന നല്ലതായിരിക്കും. ഇവിടെ ഇവിടെ PMC പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. ഇവിടെ ഈ അടിയന്തര പ്രമേയത്തിന്റെ അവതരണത്തിന് കാര്യം പറയുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ബഹുസ്വരതയുമെല്ലാം നിരാകരിക്കുന്ന ഒന്നാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് എല്ലാവരും പറഞ്ഞു. കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം ലീഗ് അത് പറയുന്നുണ്ട്. അങ്ങനെല്ലാം ഉള്ളവരിടത്ത് ഇത് RSS പറയുന്നു ഞങ്ങളുടെ ആശയമാണ്, NEP ഞങ്ങളുടെ ആശയമാണ് എന്ന് പറയുന്നിടത്ത് അതിനെ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര വ്യഗ്രത കാണിക്കുന്നത്? ആ വ്യഗ്രത അല്ല, ഈ സംസാരിക്കുന്നതിനകത്ത് ബഹുമാന്യനായ സ്പീക്കർ അങ്ങാണ് ഇതിനകത്ത് ഇത് സംരക്ഷണം തരേണ്ടത്. ആ സംരക്ഷണം തരാൻ വേണ്ടിയാണ് അങ്ങ് എന്നോട് സഹകരിച്ചാൽ മതി. ഞാൻ അങ്ങോട്ടാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ ധ്വനിയിൽ ഞാൻ സഹകരിക്കുന്നില്ല എന്നൊരു ധ്വനി ഉണ്ടാവും. ശരിയല്ല, അത് നമ്മളുള്ള തർക്കാക്കണ്ട. തർക്കം അങ്ങേക്ക് ഇത് പ്രസന്റ് ചെയ്യാം. അങ്ങേ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെയാണ് വിളിച്ചത്. അങ്ങേക്ക് ശാന്തമായിട്ടിരിക്കാം. അത് ദയവായിട്ട് അങ്ങ് പ്രസന്റ് ചെയ്യൂ. സർ, നമ്മുടെ രാജ്യത്തെ കോടാനുകോടി വിദ്യാർത്ഥികളെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന തിങ്കളാഴ്ച ദിവസം ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ പറഞ്ഞു, ക്യാച്ച് ദം യങ്. വളരെ ഗൗരവതരമായ കാര്യമായിരുന്നു അന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും അവസാനം ഇത് RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആണ് എന്ന് പറഞ്ഞു. ശ്രീ മാത്യു കുഴൽനാടൻ ഗൗരവതരമായി പറഞ്ഞ ആ ഭാഗത്തെ ഞങ്ങൾ അതേപോലെ അംഗീകരിക്കുന്നു. RSSന്റെ ഒരു പെറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്?